ആലോചിച്ചല്ലേ 9 പ്രാവശ്യം അല്ലാഹുവിലേക്ക് നടന്നിട്ട് 50 വക്ത് നിസ്കാരം ചുരുക്കിയിട്ട് 5 വക്താക്കി തന്നത് നമ്മൾ ആലോചിച്ചാൽ മഹത്വങ്ങളൊന്നും കുറയാത്ത 50 വക്തിന്റെ മഹത്വമുള്ള നിസ്കാരം 5 ആക്കി അവസാനം അല്ലാഹു നിശ്ചയിച്ചില്ലേ? മുൻഗാമികൾക്ക് നിർബന്ധമായിരുന്ന പല നിർബന്ധങ്ങളും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്തിനത് വേണ്ട, എന്റെ ഉമ്മത്തിനത് വേണ്ട എന്ന് പറഞ്ഞ് തങ്ങൾ തിരുത്തിക്കളഞ്ഞു. ധാരാളം വിഷയങ്ങൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസം വരുന്നത് അല്ലാഹുവിന്റെ റസൂലിന് അസഹനീയമാണ്. ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പർ വിഷമിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമ്മളെ ഏറ്റവും സ്നേഹിച്ച നേതാവെന്ന നിലക്ക് നമ്മളെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും സഹധർമ്മിണികളെക്കാളും ജീവിത പങ്കാളികളെക്കാളും മക്കളെക്കാളും സ്വത്തിനേക്കാളും വീടിനേക്കാളും ഏറ്റവും അധികം ഖൽബ് കൊണ്ട് സ്നേഹിക്കുകയും അനുധാവനത്തിന്റെ മാർഗങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹം സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനോടാണ്. കാരണം ഇത്രയധികം ഉമ്മത്തിനെ സ്നേഹിച്ചൊരു നേതാവ്, ആ നേതാവിന് സ്നേഹം തിരിച്ചു കൊടുക്കേണ്ടതും ആ നേതാവിന് സ്നേഹം കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഈമാനിന്റെ ബാധ്യതയാണ്, ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ പൂർണ്ണതക്ക് അനിവാര്യമാണ്. ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകിയെന്ന് മാത്രമല്ല, നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. വഫാത്തിന്റെ തൊട്ട് മുമ്പായിട്ട് അല്ലാഹുവിനോട് പറഞ്ഞൊരു വിഷയമുണ്ട്. ഉമ്മത്തിന്റെ വിഷയം പറഞ്ഞപ്പോ, ഉമ്മത്തിന്റെ വിഷയത്തിൽ തങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, എങ്കിൽ അല്ലാഹുവേ ലാ അർളാ, ഞാൻ തൃപ്തിപ്പെടുകയില്ല, ഹത്താ ലാ അർളാ എന്നെ വിശ്വസിച്ച ഒരു അനുയായി നരകത്തിൽ ബാക്കിയുള്ള കാലത്തോളം എനിക്ക് തൃപ്തിയാകൂല. തെറ്റുകുറ്റങ്ങളുടെ പേരിൽ എന്നെ വിശ്വസിച്ചവരാരെങ്കിലും നരകത്തിൽ ബാക്കിയുണ്ടോ? അവരും നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ എന്റെ മനസ്സിൽ തൃപ്തി വരൂല.